സ്നേഹമുള്ളവരെ, വാഴ്ത്തപ്പെട്ട കാർലോ അക്വേറ്റിസിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്ന ഇന്നീ ദിവസം നമുക്ക് വിശുദ്ധന്റെ ഭൗതിക ശരീരം വെച്ചിരിക്കുന്ന അസീസിയിലെ ദേവാലയത്തിലേക്കൊന്ന് പോയാലോ? വിശുദ്ധ കാർലോ അക്വേറ്റിസിന് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോട് ഭയങ്കര സ്നേഹമായിരുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധ കാർലോ അക്വേറ്റിസ് പലപ്പോഴും അസീസിയിൽ തീർത്ഥാടനം നടത്തുകയും അസീസിയിലെ പള്ളികളിൽ പ്രാർത്ഥിക്കുകയും വിശുദ്ധ ഫ്രാൻസിസ് നടന്ന വഴികളിലൂടെയൊക്കെ നടക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം വിശുദ്ധ കാർലോയുടെ മരണശേഷം അസീസിയിലെ ഈ ദേവാലയത്തിലാണ് വിശുദ്ധ കാർലോയുടെ ഭൗതിക ശരീരം വെച്ചിരിക്കുക. പാന്റും ഷർട്ടും ഒക്കെ ഇട്ട് നല്ല മിടുക്കനായിട്ടാണ് കിടക്കുക. അതുപോലെ വിശുദ്ധ കാർലോ അക്വേറ്റിസിന്റെ ഹൃദയം വെച്ചിരിക്കുന്നത് അസീസിയിലെ തന്നെ മറ്റൊരു ദേവാലയമായ സാൻ റൂഫിനോ ദേവാലയത്തിലാണ്. വിശുദ്ധ കാർലോ അക്വേറ്റിസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, വിശുദ്ധ കുർബാനയെ അതിയായി സ്നേഹിച്ച പ്രണയിച്ച വിശുദ്ധൻ. വളരെ ചെറുപ്പത്തിൽ തന്നെ 7-ാം വയസ്സിൽ ഈ പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിച്ച വിശുദ്ധ കാർലോ അക്വേറ്റിസ് എല്ലാ വിശുദ്ധ കുർബാനയ്ക്കും ശേഷം ദിവ്യ സക്രാരിയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ദിവ്യകാരുണ്യത്തെ അത്രയധികം സ്നേഹിച്ചതുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ ഒരു യുവാവ് എന്ന നിലയിൽ ടെക്നോളജിയെ ഈശോയെ പ്രഘോഷിക്കുവാൻ, ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ഒരു വെബ്സൈറ്റ് തനതായ ഒരു കോൺട്രിബ്യൂഷൻ അങ്ങനെ തിരുസഭയ്ക്ക് നൽകിയിട്ടാണ് വിശുദ്ധ കാർലോ ദൈവസന്നിധിയിലേക്ക് മടങ്ങിയത്. 15-ാം വയസ്സിൽ ബ്ലഡ് ക്യാൻസർ കാരണമാണ് വിശുദ്ധ കാർലോ മരണമടയുക. യുവാക്കളുടെ മധ്യസ്ഥനും മാതൃകയുമായ വിശുദ്ധ കാർലോ അക്വേറ്റിസിന്റെ മാധ്യസ്ഥ അപേക്ഷിച്ച് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.